നിങ്ങളെ സംബന്ധിച്ച് ഇന്നത്തെ ഈ വീഡിയോ ഒരു ബെസ്റ്റ് വീഡിയോ ആയിരിക്കും. ഇങ്ങനെ പറയാൻ പ്രധാനപ്പെട്ട ചില കാരണങ്ങളുണ്ട്. ഒന്ന്, ചില പ്രശ്നങ്ങൾക്ക് ആക്ഷനിലൂടെയുള്ള പരിഹാരം നിങ്ങൾക്ക് ഇന്ന് ലഭിക്കും. ഇനി കൈപ്പേറിയ വാസ്തവത്തിലേക്ക് കടക്കാം. നിങ്ങളിൽ 90% പേർക്കും നിങ്ങളുടെ വലിയ സ്വപ്നങ്ങൾ പൂർത്തിയാക്കാൻ സാധിച്ചു എന്ന് വരില്ല. നിങ്ങൾക്ക് എക്സ്ട്രാ ഓർഡിനറി ഗ്രോത്ത് അച്ചീവ് ചെയ്യാൻ സാധിച്ചു എന്നും വരില്ല. കാരണം എന്താണെന്നോ, വളർച്ചയുടെ വളരെ ലളിതവും പവർഫുള്ളുമായ ഒരു 3 സ്റ്റെപ്പ് ഫോർമുലയുണ്ട്. അതിനെ നമുക്ക് ഗ്രോത്ത് സൈക്കിൾ എന്ന് പറയാം. എന്തായാലും നിങ്ങളിൽ 90% പേരും ഇതെന്താണെന്ന് മനസ്സിലാക്കുകയോ ഇതിനെ ജീവിതത്തിൽ ഫോളോ ചെയ്യുകയോ ചെയ്യാറില്ല. ഫോർമുലയുടെ ഒന്നാമത്തെ സ്റ്റെപ്പാണ് ഗെയിനിങ് തിയറി. അതായത് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന വീഡിയോസ് പോലുള്ളവ കാണുക, പിന്നെ പുസ്തകങ്ങൾ വായിക്കുക, മെന്റേഴ്സിൽ നിന്നും നല്ല കാര്യങ്ങൾ പഠിക്കുക, പഠിക്കാനുള്ളതൊക്കെ പഠിച്ചു തീർക്കുക. ഇതൊക്കെയാണ് അവ. ഇതൊക്കെ നിങ്ങൾ കൃത്യമായി ചെയ്യുകയാണെങ്കിൽ മറ്റുള്ള 90% ആളുകളിൽ നിന്നും വ്യത്യസ്തരാണ് നിങ്ങൾ. അവരെക്കാളും മുകളിൽ നിങ്ങൾ എത്തുന്നു. മുകളിൽ എത്തിയതിനു ശേഷവും വാസ്തവത്തിൽ തങ്ങളുടെ ഗോൾസ് അച്ചീവ് ചെയ്യുന്ന ആ 10% ആളുകളിൽ നിങ്ങൾ എത്തുന്നില്ല. അതിന് കാരണമാണ് നിങ്ങൾ ഗ്രോത്ത് ഫോർമുലയുടെ 2ാമത്തെയും 3ാമത്തെയും സ്റ്റെപ്പുകൾ നിങ്ങൾ പിന്തുടരുന്നില്ല എന്നത്. അവയാണ് ആക്ഷൻ ആൻഡ് റിഫ്ലക്ഷൻ. സക്സസിനായി ഈ 3 കാര്യങ്ങളും പ്രധാനമാണ്. ഒന്നാമത്തെ സ്റ്റെപ്പ് നിങ്ങളിൽ പലരും ചെയ്യുന്നതാണ്. നിങ്ങൾക്ക് അത്ര ബുദ്ധിമുട്ടുണ്ടാവുകയില്ല. പലർക്കും പ്രശ്നം നേരിടേണ്ടി വരുന്നത് 2ാമത്തെയും 3ാമത്തെയും സ്റ്റെപ്പുകളിലാണ്. അതിനുള്ള പരിഹാരമാണ് ഇന്ന് ഈ വീഡിയോയിലൂടെ നിങ്ങൾക്ക് ലഭിക്കാൻ പോകുന്നത്. ഈ പ്രശ്നത്തിന്റെ പരിഹാരം എന്തെന്ന് മനസ്സിലാക്കുന്നതിന് മുന്നേ നമുക്ക് പ്രധാനപ്പെട്ട 2ാമത്തെ പ്രശ്നം എന്താണെന്ന് മനസ്സിലാക്കാം. അതായത് തിയറി ഗെയിനിങ്ങിന് ശേഷം ആക്ഷൻ മോഡിൽ എത്തുന്നത് എങ്ങനെ എന്ന പ്രശ്നം. കാരണം ഭൂരിഭാഗം ആളുകളും വീഡിയോസ്, ബുക്സ് എന്നിവയിലൂടെ ഒരുപാട് കാര്യങ്ങൾ മനസ്സിലാക്കി വെക്കാറുണ്ട്, ഒരുപാട് കാര്യങ്ങൾ പഠിക്കാറുണ്ട്. എന്നാൽ മറ്റുള്ളവർക്ക് പ്രശ്നം നേരിടുന്ന ഒരു പാർട്ടാണ് പഠിച്ച കാര്യങ്ങൾ റിയൽ ലൈഫിൽ അപ്ലൈ ചെയ്യുക എന്നത്. അമ്പിനായി വെല്ലുവിളിച്ചിട്ട് അതിൽ അമ്പ് വയ്ക്കാൻ മറന്നു പോകുന്ന ഒരവസ്ഥയായിരുന്നു. അതായത് ലോട്ട്സ് ഓഫ് യുവർ പൊട്ടൻഷ്യൽ എനർജി ഗെറ്റ്സ് വേസ്റ്റഡ്. ഈ പ്രശ്നത്തിന്റെ പരിഹാരങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. നിങ്ങളുടെ ബ്രെയിനിനെ ട്രിക്ക് ചെയ്തുകൊണ്ട് തന്നെ നിങ്ങൾക്ക് എങ്ങനെ കഠിനാധ്വാനം ചെയ്യാൻ സാധിക്കും എന്ന് നിങ്ങൾക്ക് ഇന്നത്തെ വീഡിയോയിലൂടെ മനസ്സിലാക്കും. അതിന് തക്കതായ 7 ബെസ്റ്റ് സൊല്യൂഷൻസ് ആണ് ഇന്ന് നിങ്ങൾ കാണാൻ പോകുന്നത്. നമ്പർ 1, 2 മിനിറ്റ് റൂൾ. തണുപ്പത്ത് രാവിലെ ഉറക്കമെണീറ്റ് ജിമ്മിൽ പോവുക എന്നത് ഒരു ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. തണുപ്പത്ത് കാലത്ത് 8 മണിക്ക് മുന്നേ എണീക്കുന്നത് തന്നെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അങ്ങനത്തെ തണുപ്പ് കാലത്ത് ജിമ്മിൽ പോകാനായി ഞാൻ ഉപയോഗിച്ച ഒരു റൂളാണ് 2 മിനിറ്റ്സ് റൂൾ. അലാം അടിച്ചപ്പോൾ 2 മിനിറ്റ് എണീറ്റിരിക്കാം എന്ന് കരുതി അതിനുശേഷം 2 മിനിറ്റ് വെള്ളം കുടിച്ച് വാഷ്റൂമിലൊക്കെ ഒന്ന് പോയിട്ട് വരാം എന്ന് കരുതി ഇതൊക്കെ ചെയ്യുകയും ചെയ്തു. ഇതുപോലെ തന്നെ ചിലപ്പോഴൊക്കെ നമ്മുടെ കൂട്ടുകാരെ വിളിച്ച് 2 മിനിറ്റ് വെയിറ്റ് ചെയ്ത് എന്ന് പറഞ്ഞ് നമ്മുടെ മണിക്കൂറുകൾ വേസ്റ്റ് ആക്കുന്നത് പോലെ 2 മിനിറ്റിന്റെ കാര്യം പറഞ്ഞ് നമുക്ക് ചെയ്യേണ്ട പല കാര്യങ്ങളും ചെയ്യുവാൻ സാധിക്കും. ഇതുതന്നെയാണ് 2 മിനിറ്റ് റൂൾ. ഒരു വർക്ക് നമുക്ക് കഠിനമായി അനുഭവപ്പെടുന്നത് എന്തുകൊണ്ടെന്നാൽ നാം അതിനെ ആ കാഴ്ചപ്പാടിലൂടെ മുഴുവനായും നോക്കുന്നത് കൊണ്ടാണ്. ഉദാഹരണത്തിന് ജിമ്മിൽ പോകണം എന്ന് കരുതുമ്പോൾ രാവിലെ ഉറക്കമെണീക്കണം, പിന്നെ ജിമ്മിലേക്ക് പോകണം, അതിനുശേഷം കഠിനമായ പരിശീലനം ചെയ്യണം, ഇങ്ങനെയൊക്കെ ചിന്തിക്കുന്നത് കൊണ്ടാണ് നമുക്കത് ബുദ്ധിമുട്ടായി തോന്നുന്നത്. എന്നാൽ 2 മിനിറ്റ് റൂളിലൂടെ നമ്മൾ വലിയ കാര്യങ്ങളെ ചെറിയ ടാസ്കുകളാക്കി മാറ്റിയാണ് ചെയ്യുന്നത്. അങ്ങനെ ചെയ്യുന്നതിലൂടെ നമ്മുടെ ബ്രെയിനിന് ഇത് എളുപ്പമുള്ള ഒരു കാര്യമായി മാറുന്നു. അതുകൊണ്ട് കഠിനമായ എല്ലാ കാര്യങ്ങളെയും സിമ്പിൾ സ്റ്റെപ്സ് ആക്കി മാറ്റുക. ഇനി 2 മിനിറ്റ് റൂളിനോടൊപ്പം ആഡ് ചെയ്യാവുന്ന മറ്റൊരു റൂളാണ് ദ 5 സെക്കൻഡ് റൂൾ. സൊല്യൂഷൻ 2. ഇതിനൊരു ഉദാഹരണമായി പറഞ്ഞാൽ, തണുത്ത വെള്ളത്തിൽ തണുപ്പത്ത് കുളിക്കുന്നത് വളരെയധികം ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമാണ്. ഈ സമയത്ത് 3, 2, 1 എന്ന് എണ്ണിക്കൊണ്ട് ഒരിക്കൽ വെള്ളമൊഴിച്ചാൽ പിന്നെ കുളിക്കുന്നത് എളുപ്പമുള്ള ഒരു കാര്യമായി മാറും. നമുക്ക് ചെയ്യാൻ ബുദ്ധിമുട്ടുള്ള, നമ്മളെ കൊണ്ട് ചെയ്യാൻ സാധിക്കില്ല എന്ന് കരുതുന്ന കാര്യങ്ങളെ ഇതുപോലെ 3, 2, 1 ഗോ എന്ന് പറഞ്ഞ് നമുക്ക് ചെയ്തു തുടങ്ങാവുന്നതാണ്. ഇങ്ങനെ ചെയ്യുന്നതിലൂടെ നാം നമ്മുടെ ബ്രെയിനിന് മറ്റെന്തെങ്കിലും ചിന്തിക്കാനുള്ള സമയമേ നൽകുന്നില്ല. അങ്ങനെ നമുക്ക് ഉദ്ദേശിച്ച കാര്യം പെട്ടെന്ന് ചെയ്യുവാനും സാധിക്കും. ഡിഫിക്കൽട്ടായിട്ടുള്ള ഒരു കാര്യം ചെയ്യുന്നതിന് മുന്നേ നാം നമ്മുടെ ബ്രെയിനിന് എത്രത്തോളം സമയം നൽകുന്നുവോ അത്രത്തോളം അത് നമ്മെ തളർത്താൻ ശ്രമിക്കും. അതുകൊണ്ട് തന്നെ ഒരു കാര്യം ചെയ്തു തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ നിങ്ങളുടെ ബ്രെയിൻ നിങ്ങളെ ആ ജോലി ചെയ്ത് തീർക്കുന്നതിൽ സഹായിക്കുന്നതാണ്. ഭൂരിഭാഗം ആളുകളുടെയും വിചാരം മനസ്സിൻ്റെ ഉള്ളിൽ മോട്ടിവേഷൻ വന്നു കഴിഞ്ഞാൽ മാത്രമേ കാര്യങ്ങൾ നടക്കുകയുള്ളൂ എന്നാണ്. എന്നാൽ മറ്റാരെങ്കിലും എന്തെങ്കിലും പറഞ്ഞു എന്ന് കരുതി നിങ്ങൾക്ക് അത് മോട്ടിവേഷൻ ആകണമെന്നില്ല. ഒരു കാര്യം ചെയ്തു തുടങ്ങുന്നതിലൂടെയാണ് വാസ്തവത്തിലുള്ള മോട്ടിവേഷൻ നിങ്ങൾക്ക് ലഭിക്കുന്നത്. നമുക്ക് നമ്മുടെ കാര്യങ്ങൾ ചെയ്യുന്നതിലൂടെയുള്ള മോട്ടിവേഷനാണ് വേണ്ടത്. അതുകൊണ്ട് 3, 2, 1 സ്റ്റാർട്ട് എന്ന് പറഞ്ഞ് ആ ജോലി ചെയ്യാൻ തുടങ്ങുക. റോക്കറ്റിന്റെ ലോഞ്ചിങ് ടൈമിലും ഇതുപോലെ കൗണ്ട് ഡൗൺ ചെയ്യാറുണ്ട്. റോക്കറ്റ് ലോഞ്ചിനെയും നമുക്ക് 2 ഭാഗങ്ങളിൽ മാറ്റാം. ലിഫ്റ്റ് ഓഫ് ഫേസും പിന്നെ ഓർബിറ്റ് ഫേസും. 80 മുതൽ 90% വരെ ഇന്ധനവും ലിഫ്റ്റ് ഓഫ് ഫേസിൽ തന്നെ ഉപയോഗിക്കപ്പെടുന്നു. അതായത് കാര്യങ്ങൾ തുടങ്ങുന്നതിനാണ് ധാരാളം ഊർജ്ജത്തിന്റെ ആവശ്യമുള്ളത്.
അത് കഴിഞ്ഞാൽ നമുക്ക് മുന്നോട്ട് പോകുന്നതിൽ വലിയ ബുദ്ധിമുട്ടുകൾ ഉണ്ടാവില്ല. സൊല്യൂഷൻ നമ്പർ 3. ഇനി പറയാൻ പോകുന്ന ഈ രീതി ഇന്ത്യൻ പാരൻസ് വർഷങ്ങളായി ഉപയോഗിക്കുന്ന ഒന്നാണ്. ഇതിനെ പറയുന്ന പേരാണ് ഡിലേയ്ഡ് ഗ്രാറ്റിഫിക്കേഷൻ. ഉദാഹരണത്തിന്, കുട്ടികൾ ഏതെങ്കിലും കളിപ്പാട്ടം വേണമെന്ന് പറഞ്ഞ് വാശി പിടിക്കുമ്പോൾ അച്ഛനും അമ്മയും പറയാറുണ്ട്, നീ പഠിച്ച് നല്ല മാർക്ക് വാങ്ങുകയാണെങ്കിൽ നിനക്കത് വാങ്ങിത്തരാമെന്നൊക്കെ. ഇത് മിക്കവാറും ആളുകളുടെ ജീവിതത്തിൽ നടക്കുന്നതായിരിക്കും. എന്നാൽ ഇത് വളരെ ശക്തമായ ഒരു കാര്യമാണ്. കളിപ്പാട്ടത്തിന് വേണ്ടിയെങ്കിലും ആ കുട്ടി പഠിക്കാൻ തുടങ്ങുന്നു. ഇപ്പോഴും നിങ്ങൾക്ക് കഠിനാധ്വാനം ചെയ്യണമെങ്കിൽ തീർച്ചയായും ഡിലേയ്ഡ് ഗ്രാറ്റിഫിക്കേഷൻ രീതി ഉപയോഗിക്കുക. ഉദാഹരണത്തിന്, എനിക്ക് പഠിക്കാനുള്ള പാഠത്തിൻ്റെ ഒരു പേജ് പഠിച്ചതിന് ശേഷം ഞാൻ പാട്ട് കേൾക്കും. ചെയ്യാനുള്ള ജോലി ചെയ്തതിന് ശേഷം കുറച്ചു നേരം കളിക്കും. ഇങ്ങനെയൊക്കെ നിങ്ങൾക്ക് ഈ രീതി ഉപയോഗിക്കാവുന്നതാണ്. ടഫ് വർക്ക് ചെയ്തതിന് ശേഷം ബ്രെയിനിന് റിവാർഡ് നൽകുന്നതിലൂടെ ബ്രെയിൻ പതിയെ കഠിനാധ്വാനമായി പൊരുത്തപ്പെടുന്നു. സൊല്യൂഷൻ നമ്പർ 4. 200 km/h സ്പീഡിൽ സഞ്ചരിക്കാൻ സാധിക്കുന്ന ഒരു കാർ ഉണ്ടെന്ന് കരുതുക. എന്നാൽ ആ കാർ ആ സ്പീഡിൽ പോകുന്നില്ല. അത് 160 km/h വരെ സ്പീഡിൽ മാത്രമേ പോകുന്നുള്ളൂ. കാരണം എന്തെന്നോ? കാറിനുള്ളിൽ ഗവർണർ എന്നൊരു വസ്തു ഘടിപ്പിച്ചിട്ടുണ്ട്. അത് കാറിന്റെ സ്പീഡിനെ നിയന്ത്രിക്കുന്നു. ഡേവിഡ് ഗോഗിൻസ് പറഞ്ഞൊരു കാര്യമാണ്, കാറിനുള്ളിൽ ഉള്ളതുപോലെ നമ്മുടെ മനസ്സിലും ഒരു ഗവർണർ ഘടിപ്പിക്കപ്പെട്ടിട്ടുണ്ട്. അത് കാരണമാണ് നമുക്കൊരിക്കലും നമ്മുടെ ഫുൾ പൊട്ടൻഷ്യലിൽ എത്താൻ സാധിക്കാത്തത്. ഇതുമായി ബന്ധപ്പെട്ട് വരുന്ന മറ്റൊരു റൂളാണ് 40% റൂൾ. അതായത്, നമ്മളെപ്പോഴും നമ്മുടെ കഴിവിൻ്റെ 40% ഉപയോഗിച്ച് മാത്രമാണ് കാര്യങ്ങൾ ചെയ്യുന്നത്. ഉദാഹരണത്തിന്, നിങ്ങൾക്ക് 100 പുഷപ്പ് എടുക്കാനുള്ള കഴിവുണ്ടെങ്കിൽ പോലും നിങ്ങളുടെ മനസ്സ് നിങ്ങളെ 40 എത്തുമ്പോൾ തന്നെ തളർത്തി തുടങ്ങും. ഇനി ഈ ഗവർണറിനെ എങ്ങനെയാണ് മാറ്റാൻ സാധിക്കുക എന്ന് നമുക്ക് നോക്കാം. നമ്മുടെ കംഫർട്ട് സോണിൽ നിന്നും പുറത്തു കടന്ന് ടഫായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുന്നതിലൂടെ തന്നെ നമുക്ക് ഇത് മാറ്റാൻ സാധിക്കും. ഫാസ്റ്റിംഗ്, അപരിചിതരോട് സംസാരിക്കുക തുടങ്ങിയവയൊക്കെ ചെയ്യുക. നിങ്ങൾക്ക് കൂടുതലും ചലഞ്ചിങ് ആൻഡ് അൺകംഫർട്ടബിളായി തോന്നുന്ന കാര്യങ്ങൾ ചെയ്യുക. അതിലൂടെ നിങ്ങൾക്ക് ഗവർണർ എഫക്റ്റിൽ നിന്നും പുറത്തു കടക്കാൻ സാധിക്കും. സൊല്യൂഷൻ നമ്പർ 5. ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ മോട്ടിവേഷൻ നൽകുന്ന ഒരു വസ്തുവാണ് ധനം. ഇതുതന്നെയാണ് വാസ്തവം. സാധാരണയായി നമ്മൾ നോക്കുമ്പോൾ ഒരാൾക്ക് എത്രത്തോളം പണം ലഭിക്കുമോ അത്രത്തോളം ഹാർഡ് വർക്ക് അയാൾ ചെയ്യും. എന്നാൽ ഡ്രൈവ് എന്ന പുസ്തകത്തിലൂടെ എഴുത്തുകാരൻ പറയുന്നുണ്ട്, ഇത് സത്യമല്ല എന്ന്. ഇന്നത്തെ ക്രിയേറ്റീവ് വേൾഡിലെ ആളുകളെ മോട്ടിവേറ്റ് ചെയ്യുന്നത് പണമേ അല്ല. കാരണം കഠിനാധ്വാനം ചെയ്യുന്നതിലൂടെ പണം ലഭിക്കുമെന്ന് നിങ്ങൾക്കറിയാം. എന്നാലും നിങ്ങൾ കഠിനാധ്വാനം ചെയ്യുന്നുണ്ടോ? ഇല്ലല്ലോ. കഠിനാധ്വാനം ചെയ്യാനായി പണത്തിനേക്കാൾ പ്രധാനപ്പെട്ട ഒരു ഘടകമാണ് AMP. F for ഓട്ടോണമി. കുഞ്ഞുനാൾ മുതലേ നമ്മളെക്കൊണ്ട് നിർബന്ധിച്ച് ചെയ്യുന്ന കാര്യങ്ങൾ കാരണമാണ് നമ്മൾ കൂടുതൽ വിഷമിക്കുകയും കരയുകയും ഒക്കെ ചെയ്യുന്നത്. അങ്ങനത്തെ കാര്യങ്ങൾ ചെയ്യുമ്പോൾ നമ്മളിൽ നിന്നും നമ്മുടെ സ്വാതന്ത്ര്യം പറിച്ചെടുക്കപ്പെടുന്നതായി നമുക്ക് തോന്നുന്നു. കുഞ്ഞുങ്ങൾക്ക് എന്തെങ്കിലും തിരഞ്ഞെടുക്കാനുള്ള അവസരം നൽകുമ്പോൾ അവർ രണ്ടിൽ നിന്നും ഏതെങ്കിലും ഒന്ന് സന്തോഷത്തോടെ തിരഞ്ഞെടുക്കുന്നു. അത് അവരുടെ ഉള്ളിലും ഫ്രീഡമുള്ള ഒരു ഫീൽ ഉണ്ടാക്കുന്നു. ഇപ്പോൾ നമ്മൾ കുഞ്ഞുങ്ങളുടെ ഉദാഹരണമല്ല കണ്ടത്. ഇതേ കാര്യം തന്നെ കമ്പനികളിൽ അവതരിപ്പിച്ചപ്പോൾ, അതായത് അവിടുത്തെ ജോലിക്കാർക്ക് ഇഷ്ടമുള്ള സമയത്ത് ജോലി ചെയ്യാനുള്ള അവസരം നൽകുകയും എന്നാൽ കൃത്യസമയത്ത് റിസൾട്ട് പ്രൊഡ്യൂസ് ചെയ്താൽ മതി എന്ന് അറിയിക്കുകയും ചെയ്തു. ഇതിലൂടെ എംപ്ലോയീസിനും കൂടുതൽ സ്വാതന്ത്ര്യത്തോടെ ജോലി ചെയ്യാൻ സാധിക്കുന്നു. അതുകൊണ്ട് തന്നെ നിങ്ങൾ കഠിനാധ്വാനം ചെയ്യാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ സ്വയം കുറച്ച് സ്വാതന്ത്ര്യം നൽകുക. ഒരുപാട് കഷ്ടപ്പെട്ട് ജോലി ചെയ്ത് ക്ഷീണിച്ച് വീട്ടിലെത്തുന്ന ആളുകൾ വ്യത്യസ്ത തരത്തിലുള്ള സംഗീതോപകരണങ്ങൾ പണം ചിലവാക്കി മണിക്കൂറുകൾ ചിലവാക്കി പഠിക്കുന്നത് നാം കാണാറുണ്ട്. കാരണം എന്തെന്നാൽ എല്ലാവർക്കും മാസ്റ്ററി അച്ചീവ് ചെയ്യുന്നത് വളരെയധികം ഇഷ്ടമാണ്. അതുകൊണ്ട് തന്നെ ഏതെങ്കിലും കാര്യത്തിന്റെ ഫലത്തെപ്പറ്റി ആലോചിക്കാതെ ചെയ്യുന്ന കാര്യങ്ങൾ നല്ല രീതിയിൽ ചെയ്യാനായി ശ്രമിക്കുക. P stands for purpose. 12th Fail എന്ന ചിത്രത്തിലെ മനോജ് എന്ന കഥാപാത്രത്തെ എല്ലാവരും കണ്ടതാണ്. അദ്ദേഹം വളരെയധികം കഠിനാധ്വാനം ചെയ്യുന്നു. ദിവസം മുഴുവൻ കഠിനമായി അധ്വാനിച്ചതിന് ശേഷം അദ്ദേഹം രാത്രി സമയം പഠിക്കും. അദ്ദേഹം അനുഭവിക്കുന്ന കഷ്ടപ്പാടുകളൊക്കെ നമുക്ക് ആ ചിത്രത്തിലുടനീളം കാണുവാൻ സാധിക്കും. എന്നിട്ട് അദ്ദേഹം അദ്ദേഹത്തിന്റെ ലക്ഷ്യം കൈവരിയാൻ ശ്രമിക്കുന്നില്ല. കാരണം അദ്ദേഹത്തിന്റെ കയ്യിൽ ഒരു ശക്തമായ പർപ്പസ് ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ വലിയ വലിയ കാര്യങ്ങൾ നേടുന്നതിനായി ശക്തമായ പർപ്പസ് ഉണ്ടാക്കുക. ഈ പറഞ്ഞ 5 പരിഹാരങ്ങളും കുറച്ച് ഇൻട്രിൻസിക് ആണ്. അതായത് ഇവയൊക്കെ നിങ്ങൾ സ്വയം ചെയ്യേണ്ട കാര്യങ്ങളാണ്. എന്നാൽ ഹാർഡ് വർക്ക് ചെയ്യുന്നതിന് നിങ്ങളെ സഹായിക്കുന്ന 2 എക്സ്റ്റേണൽ ഫാക്ടേഴ്സും ഉണ്ട്. സൊല്യൂഷൻ നമ്പർ 6. ലൈക്ക് മൈൻഡഡ് ഗ്രൂപ്പ്. നിങ്ങൾ 3 സുഹൃത്തുക്കളുണ്ടെന്ന് കരുതുക. അവർ 3 പേരും കൂടി ജിമ്മിൽ പോകാൻ തുടങ്ങുന്നു എന്ന് കരുതുക. കുറച്ച് ദിവസങ്ങൾക്കുള്ളിൽ തന്നെ നിങ്ങളും ജിമ്മിൽ പോകാൻ തുടങ്ങുന്നതാണ്. ഇതിലുള്ള ഒരു പ്രശ്നമാണ് ഇത്തരത്തിലുള്ള നല്ല സുഹൃത്തുക്കൾ ലഭിക്കുക എന്നത് റെയറാണ്. ഇതാണ് പവർ ഓഫ് പീർ പ്രഷർ. അതുകൊണ്ട് തന്നെ നിങ്ങൾ നല്ല ആളുകളോടൊത്ത് കൂടുകയാണെങ്കിൽ നിങ്ങൾക്ക് നല്ല കാര്യങ്ങൾ ചെയ്യാനുള്ള മനസ്സ് ലഭിക്കുന്നതാണ്. ഇനി അവസാനത്തെ സൊല്യൂഷൻ എന്താണെന്ന് നോക്കാം. സൊല്യൂഷൻ നമ്പർ 7. ഹാവിംഗ് മെന്റേഴ്സ്. വലിയ നിലകളിലുള്ള പല ആളുകളും, ഉദാഹരണത്തിന് മാർക്ക് സക്കർബർഗ്, ബിൽ ഗേറ്റ്സ്, റിച്ചാർഡ് ബ്രാൻസൺ, ബരാക് ഒബാമ
പിന്നെ പ്രസിദ്ധരായ കായിക താരങ്ങൾ തുടങ്ങി വലിയ സെലിബ്രിറ്റീസിനൊക്കെ അവരെ പഠിപ്പിക്കുന്നതിനായി മെന്റേഴ്സ് ഉണ്ടായിരുന്നു. അതുകൊണ്ട് നമ്മളെ നേർവഴിക്ക് നയിക്കുന്ന തരത്തിലുള്ള നല്ല ഒരു മെന്റർ ആവുക എന്നത് ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്. ഇതൊക്കെയാണ് നിങ്ങളെ കഠിനാധ്വാനം ചെയ്യാൻ സഹായിക്കുന്ന 7 കാര്യങ്ങൾ.